സുഗതാ സുഗതാ ആ ഇവിടെ വാടാ ഒരു കാര്യം ചോദിക്കട്ടെ. എന്തേ അവിടെ ഇരിക്കി. നീ ഘടികാരത്തെ ഒരു വാക്ക് ഇടുണ്ടോ? പിന്നെന്താ? ആ അത് എഴുതുമ്പോഴേ ഈ നഖത്തിന്റെ കാത എഴുതുക അതോ രാഘവന്റെ കാത എഴുതുക? പറ. മുഖത്തിന്റെ കാ. എന്ത് മുഖത്തിന്റെ കാ? എടാ മരങ്ങോടാ, അത് നഖത്തിന്റെ കാത അതിന് വരിക. ഒന്നാമത് അച്ഛൻ ഈ പ്രായത്തിൽ എന്തിനാ പഠിക്കാൻ പോണത്? ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടാൻ പോണ്ട. അതന്നെ. ആ ഇതാ ജോലിക്ക് വേണ്ടി എല്ലാവരും പഠിക്കണത്. എന്ന് ജോലിക്ക് പഠിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ തീർന്നു ഈ നാടിന്റെ കഥ. എന്തിനാണ് അന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം? വെറുതെ ഈ പ്രായത്തിൽ പോയിട്ട് പഠിക്കാനാന്നും പറഞ്ഞിട്ട് എന്ന് വൈകുന്നേരം അങ്ങനെ പോകും. എന്നിട്ട് അത് അവിടെ ഇവിടെ തട്ടി തടഞ്ഞ് വീഴ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റില്ല കേട്ടോ നോക്കാൻ. നാണം കെടുത്താൻ വേണ്ടിയിട്ട്. എന്ത് നാണം കെടുത്ത്? ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ നടക്കാത്ത നാണക്കെട്. ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ പോയാ. അപ്പൊ ഇവിടെ വല്ല സഹായത്തിന് ഇരുന്നൂടെ? എന്ത് സഹായത്തിനാണ് എന്നെ വേണ്ട അവർക്ക്? അത് നോക്കോ, അവള് പഠിച്ച എഞ്ചിനീയറായിട്ട് കുടുംബത്തിന്റെ അഭിമാനം അവള്. അതിന് വല്ല സഹായം ചെയ്യാണ്ട പോവുക വയസ്സുകാലത്ത് പഠിക്കാൻ. എന്നെ പഠിക്കാൻ വേണ്ടി എന്താണ്ടായത്? 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റു. 10ാം ക്ലാസ് തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, വേണ്ടത്ര പുസ്തകം ഉണ്ടായിരുന്നു. ഇപ്പൊ ട്യൂഷന് വിട്ടിരുന്നെങ്കിൽ ഈ കലക്ടറാവും. മാരത്തലേ. ആ എന്റെ മനപ്പാടങ്ങൾ ഉണ്ടോ? മനപ്പാടം അല്ല മറ്റേ ബാലപാഠം. എനിക്കെന്തിനാ ബാലപാഠം? അത് നോക്കി പഠിക്കട്ടടാ. ഇല്ലെങ്കിൽ അവിടെ മാഷ് ചോദിക്കുമ്പോ കുട്ടികളുടെ നാണകളും. കുട്ടികളുടെ ഇടയില? ആ എന്നെ പോലെ വേറെയും കുറച്ച് ആൾക്കാരുടെ അവിടെ. പിന്നെ ആ പുസ്തകം കാണിക്ക്. ഞാൻ എടുത്തിട്ടില്ല അച്ഛാ. ആ എന്നാ പിന്നെ ഇവിടെ എവിടെ ഉണ്ടാവും, ഞാൻ നോക്കിയെടുത്തോളാം. ആ പിന്നെ ഒരു 20 ഉറുപ്പിക കളിക്ക്. ഒരു നോട്ട് പുസ്തകം ഒരു കടലാസ് പെൻസിലും വാങ്ങണം. 20 ഉറുപ്പിക? ആ പിന്നെ വെറുതെ ഈ നായ്ക്കൊക്കെ വേണ്ടി പൈസ ചെലവാക്കി നല്ലത്. എന്താ മോളെ മോളെ നോക്കാം, ഒരു 20 ഉറുപ്പിക ഉണ്ടാവും. എന്റെ അവിടെ ഒന്നുമില്ല. എന്നാ ഇത് പറ, ഈ ഏതാണ് ഏത് കാത വരിക? തോറ്റു വയസ്സാം കാലത്ത്. തന്തടൻ്റെ മോളും രണ്ടിനെ അപ്പുറം ഇപ്പുറം വെച്ച് പോത്ത് പോലെ പൂട്ടാ. പേരെഴുതിയതാ സത്യ സീ ഈ സാ അല്ല, ഇങ്ങനെ സസീന്റെ സാ അല്ല വേണ്ട. തെറ്റിക്കട്ടെ അപ്പോ സത്യശീലൻ എഴുതിയില്ലേ? ഉത്തരയിക്കണേ പോയാ ആ സത്യം ഒറ്റക്ക് പേരെഴുതി. ഇത് കണ്ടമാനുണ്ടല്ലോ എഴുതാൻ. ഇക്ക എന്റെ പേരൊക്കെ കുറച്ച് തന്നെ എഴുതാനുള്ളത് എഴുതാൻ കിട്ടണില്ലടോ. ഇപ്പൊ ഇതെങ്ങനെ ഇപ്പൊ ഇത് ഈ കോയാന്ന് എഴുതല്? എഴുതാ പറഞ്ഞ കോ എന്നുള്ളത് കിട്ടണ്ടേ? ആ കാ കഴിഞ്ഞിട്ട് കിണുപ്പ് വേണോ? എടോ ചങ്ങായി ആദ്യം കാ കഴിയണ്ടേ, എന്നാലല്ലേ ഇപ്പൊ ഈ കിണുപ്പ് കിട്ടുന്നത്. കാന്ന് എഴുതിയിട്ടില്ലാന്ന്. ഇവിടെ ആ ഫോൺ പോലത്തെ ഒരു സാധനം ഇല്ല ഇങ്ങനെ പുറത്തിടണത്. ഇങ്ങനെ വട്ടം ഇങ്ങനെ അത് എഴുതിയിട്ടുണ്ട് ഞാൻ. കാ എങ്കടാ എഴുതിണ്ടെന്ന് കിട്ടണില്ലാന്ന്. ഇങ്ങനെ ഒരു ഇടങ്ങ് പിടിച്ചൊരു അസര ആ ജാതി പേരെന്റെ വാപ്പക്ക് ഇട്ടേക്കണേ. എഴുതിയോ? വായിച്ചോക്ക്. എന്താ ഉദ്ദേശിച്ചത്? എന്റെ പേര് മൊയ്തൂന്ന്. മൊയ്തൂന്നോ? എന്താ എഴുതിയറിയോ? ചെവിടുതാ. മനസ്സിലായി എന്താ എന്താണോ ചങ്ങായി ഈ ജാതി വൃത്തിയോടെ എഴുതി നോക്കണേ? ഇതൊന്ന് നോക്കിയേ. സുമേഷേട്ടൻ എഴുതിയത് നോക്കി. അതിൻ്റെ സുമോസോ സുമോസോ സുമോസ ഇരിക്കൂ, സമൂസ ഇരിക്കൂ. സുമോസോ സുമോസോ മന്മത അവരെ ഉറങ്ങാൻ വന്ന അവിടെ എഴുതിയോ? നിങ്ങളൊക്കെ എഴുതി. ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടിരുന്ന് എഴുതിയേ. കുട്ടികളെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ടാവും. എന്റെ കോയ എന്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ കാനഡയിലല്ലേ. അവിടെ കൊണ്ട് എഴുതിച്ചോ? ഞാൻ ഇന്നലെ വീട്ടിൽ ഇരുന്ന് രാത്രി എഴുതിയല്ലേ. ഓൻ പെരയിൽ ഒറ്റക്കാൻ കോയ. അതെ ഈ തമിഴിലെ പേര് എഴുതി. അല്ല തിരിഞ്ഞു പോയത്. മമ്മദൻ. അമ്മതല്ല, കാണിക്കട്ടെ. മന്മഥൻ. മന്മഥോ? ആ നിന്റെ സ്വഭാവത്തിനും നിന്റെ രൂപത്തിനൊക്കെ പറ്റിയ പേരത്. മന്ദൻ. മന്ദൻ അത് നടക്കില്ല.
അല്ല കുട്ടികളും മക്കളൊക്കെ കാനഡയില പറഞ്ഞിട്ട് എന്താ കാര്യം പേര് എഴുതാൻ കഴിഞ്ഞില്ലേ ചേട്ടാ ആ ആ കുട്ടി വന്നില്ലല്ലോ. ഏത് കുട്ടി? മണ്ടോ ഓളും കൊണ്ട് എത്തിയില്ല. ഓൾ ക്ലാസ്സിൽ വന്നാലേ ക്ലാസ് പഠിച്ചിട്ടുള്ളേ. മണ്ടൂന് കൊടുക്കാൻ ഞാനൊരു സ്പ്രേ കൊണ്ടുവന്നിരിക്കണം. ദുബായിൽ നിന്ന് ബസ്സിലുണ്ടെന്നാ. അത് നോക്ക് കൊടുക്കണോ? അതിനോട് വരണ്ടേ? എടോ ചെങ്ങായി ഇപ്പൊ ഇത് മായ്ച്ച സ്ലേറ്റ് ഓട്ടാക്കോലോ. ഇത് മായ്ക്കലെന്നുള്ളോ എഴുതണില്ലേ? ഗാന്ന് കിട്ടുന്നില്ല. ഇജെന്തിനാ കാന്ന് എഴുതണ? ഈ കാന്ന് കോയക്കല്ലേ വേണ്ടേ? രാഘവൻ ഗാ കിട്ടണ്ടേ? അതിലുണ്ടോ കാ? ഒരു ഹലാക്കിനെ കാ നോക്കണ്ട സത്യ. ഈ കാ സകല പേരിലുണ്ടോ? ഇതച്ചിട്ടുണ്ടല്ലോ ഈ കുതിരക്കാര് തൊപ്പി വെച്ച മാറ്റ ഒരു സാധനമാണ് ഈ കാ. എഴുതാനും പറ്റില്ലത്. എന്താ ഞാനേ ആ ദീർഘല്ലേ മറ്റേ ഫോൺ മാറ്റാ ദീർഘം അവിടെ ഞാൻ വിചാരിച്ചേ നീ എന്താ ഡെസ്കിനോട്ട് ഉളക്കുന്നത്? കയ്യ് വഴങ്ങാണ്ടേ. നോക്കണം വീണക്കല്ല എന്നിട്ട് വേണം ഞാൻ ആസ്പത്രി കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇത് വയസ്സുകാലത്ത് വേണ്ടാത്ത പണിയാണ് ഈ സ്കൂളിലേക്ക് വരല് പഠിക്കല്. എന്തിനു വേണ്ടാത്ത പണി നിങ്ങൾക്ക്? ഇടയ്ക്ക് എഴുതാനും വായിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? എഴുതാനും വായിക്കാൻ ആഗ്രഹം ഇപ്പൊ നീന്റെ ആവശ്യം നിന്റെ ഒക്കെ നല്ല പ്രായത്തില് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ലേ? എന്നിട്ട് നീ പഠിച്ചോ? ഇല്ല. അപ്പൊ എനിക്കിപ്പൊ പഠിക്കണം. അപ്പൊ നീ എന്നെ സ്കൂളിൽ കൊണ്ടാക്കണം. എന്റെ അമ്മ എനക്കവിടെ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. പൈനയിച്ചിട്ടണം, പുണ്ണാക്ക് മേടിച്ചു കൊടുക്കണം, കാലത്തീറ്റ മേടിച്ചു കൊടുക്കണം, പുല്ലരിഞ്ഞോട്ട് കൊടുക്കണം. ഇത് നിങ്ങൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് എന്റെ കുഞ്ഞിനെ ബാലവാടി കൊണ്ടാക്കാൻ വേണ്ടിട്ട്. നിനക്ക് സമയമില്ലല്ലോ, നീ പോ. അല്ല അങ്ങനല്ല, ഞാൻ അവിടെ കൊണ്ടാക്കാം. മാഷോട് പറയാം. വേണ്ട, ഇത് ഒഴിവാക്കി തരാൻ പറഞ്ഞാലോ മാഷോട് ഈ പരീക്ഷ ഒരു അക്ഷരം മിണ്ടരുത്. നീ വീട്ടിൽ പോ. എനിക്കറിയാ പോവാൻ. അല്ല അമ്മ വീണ് പോണ്ട. വീണ് പോയി ഞാനല്ലേ കാണേണ്ടത്. കണ്ട കാലം നടക്കാൻ അറിയാമെങ്കിൽ എനിക്കറിയാം. ഒരു കാര്യം, ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് വീട് ഇരുന്നാ മതി. എന്തേ? ഞാൻ വരും, കൂട്ടാൻ ഞാൻ വരും. ഒരു എവിടെ പോയി വീണക്കല്ലേ? പോടാ. എന്തെന്നാ നമ്മത് വേണ്ടാത്ത പണി. മറിമായം